നമസ്കാരം സുഹൃത്തുക്കളെ. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, നമ്മൾ സംസാരിക്കുന്ന വാക്കുകളേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ ശരീരം സംസാരിക്കുന്നുണ്ടെന്ന്? ഒരുപക്ഷേ നിങ്ങളൊരു ഇന്റർവ്യൂവിലിരിക്കുമ്പോഴോ, ഒരു പുതിയ ബിസിനസ് പാർട്ട്ണറെ കാണുമ്പോഴോ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയോട് സംസാരിക്കുമ്പോഴോ, അവർ പറയുന്ന വാക്കുകൾ ഒന്നായിരിക്കും, പക്ഷെ അവരുടെ മനസ്സ് പറയുന്നത് മറ്റൊന്നായിരിക്കും. ആ മനസ്സ് വായിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാലോ, അതൊരു സൂപ്പർ പവറല്ലേ? അതെ, ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് അങ്ങനെ ഒരു അത്ഭുത ലോകത്തേക്കാണ്. മനുഷ്യന്റെ മനസ്സ് ഒരു തുറന്ന പുസ്തകം പോലെ വായിക്കാൻ സഹായിക്കുന്ന ലോകപ്രശസ്തമായൊരു പുസ്തകം, ദ ഡെഫിനിറ്റീവ് ബുക്ക് ഓഫ് ബോഡി ലാംഗ്വേജ് ബൈ അലൻ പീസ്. അലൻ പീസ് എന്ന ഈ മനുഷ്യനെ മിസ്റ്റർ ബോഡി ലാംഗ്വേജ് എന്നാണ് ലോകം വിളിക്കുന്നത്. വാക്കുകൾക്കപ്പുറമുള്ള സത്യങ്ങൾ എങ്ങനെ കണ്ടെത്താമെന്ന് അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുന്നു. ഇത് വെറുമൊരു പുസ്തകമല്ല, വിജയിക്കാനുള്ള ഒരു ആയുധമാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വെറുതെ കുറേ കാര്യങ്ങൾ പറയുകയല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന ചില രഹസ്യങ്ങൾ നമ്മൾ അഴിച്ചെടുക്കാൻ പോവുകയാണ്. തയ്യാറാണോ? നമുക്കൊരു കഥയിൽ തുടങ്ങാം. രാഹുൽ എന്നൊരു ചെറുപ്പക്കാരൻ. അവനൊരു വലിയ കമ്പനിയിൽ ജോലിക്കു വേണ്ടി ഇന്റർവ്യൂവിന് പോയി. രാഹുലിന് എല്ലാ ഉത്തരങ്ങളും അറിയാം. അവൻ നല്ലൊരു ഷർട്ടും ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇന്റർവ്യൂ ബോർഡിലിരിക്കുന്നവർ അവനോട് ചോദ്യം ചോദിക്കുമ്പോൾ അവൻ കൈകൾ രണ്ടും മാറിൽ പിണച്ചുകെട്ടി ക്രോസ് ഡാംസ് താഴേക്ക് നോക്കിയാണ് മറുപടി പറയുന്നത്. അവന്റെ ശബ്ദം പതറുന്നുണ്ടായിരുന്നു. അവസാനം എന്തു സംഭവിച്ചു? അവൻ ആ ജോലി കിട്ടിയില്ല. രാഹുൽ ചിന്തിച്ചു, ഞാൻ പറഞ്ഞ ഉത്തരങ്ങളെല്ലാം ശരിയായിരുന്നില്ലേ, പിന്നെ എന്തുകൊണ്ടെനിക്ക് ജോലി കിട്ടിയില്ല? ഇവിടെയാണ് അലൻ പീസ് നമ്മളെ ഒരു വലിയ സത്യം ഓർമ്മിപ്പിക്കുന്നത്. ആൽബർട്ട് മെഹ്റാബിയൻ എന്ന പ്രൊഫസർ കണ്ടെത്തിയ ഒരു നിയമമുണ്ട്. നമ്മൾ ഒരാളോട് ആശയവിനിമയം നടത്തുമ്പോൾ നമ്മൾ പറയുന്ന വാക്കുകൾക്ക് വെറും 7% പ്രാധാന്യമേ ഉള്ളൂ. നമ്മളത് പറയുന്ന രീതിക്ക്, അഥവാ ടോണിന് 38% പ്രാധാന്യമുണ്ട്. ബാക്കി വരുന്ന ഭൂരിഭാഗവും, അതായത് 55%വും നമ്മുടെ ശരീരഭാഷയ്ക്കാണ്, ബോഡി ലാംഗ്വേജിനാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. രാഹുൽ പറഞ്ഞ വാക്കുകൾ 7% മാത്രമായിരുന്നു. പക്ഷെ അവന്റെ ശരീരം പറഞ്ഞത്, എനിക്ക് പേടിയാണ്, എനിക്ക് ആത്മവിശ്വാസമില്ല, അല്ലെങ്കിൽ ഞാനിവിടെ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നു എന്നായിരുന്നു. ആ 55% അവൻ തോറ്റുപോയി. നമ്മുടെ ജീവിതത്തിലും ഇതുതന്നെയല്ലേ സംഭവിക്കുന്നത്? നമ്മൾ പലപ്പോഴും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയും, പക്ഷെ നമ്മുടെ മുഖം വാടിയിരിക്കും, ചുമലുകൾ കൂനിയിരിക്കും. കേൾക്കുന്നവർക്ക് മനസ്സിലാവും നമ്മൾ പറയുന്നത് കള്ളമാണെന്ന്. ശരീരം കള്ളം പറയില്ല സുഹൃത്തുക്കളെ. മനസ്സ് ചിന്തിക്കുന്നത് ശരീരം അപ്പടി പുറത്തു കാണിക്കും. അതുകൊണ്ട് വിജയിക്കാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം പഠിക്കേണ്ടത് നല്ല വാക്കുകൾ തിരഞ്ഞെടുക്കാനല്ല, മറിച്ച് ആത്മവിശ്വാസമുള്ള ശരീരഭാഷ സ്വന്തമാക്കാനാണ്. ഇനി നമുക്ക് വളരെ ലളിതമായ എന്നാൽ അതീവ ശക്തമായ ഒരു കാര്യത്തിലേക്ക് കടക്കാം. നമ്മുടെ കൈപ്പത്തികൾ, പാംസ്. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? പുരാതന കാലം മുതൽ മനുഷ്യർ വിശ്വസ്തത കാണിക്കാൻ ഉപയോഗിക്കുന്നത് കൈപ്പത്തികളാണ്. കോടതിയിൽ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ നമ്മൾ കൈ ഉയർത്തിപ്പിടിക്കുന്നു. ഞാൻ നിരായുധനാണ് എന്ന് കാണിക്കാൻ പട്ടാളക്കാർ കൈകൾ ഉയർത്തുന്നു. അലൻ പീസ് പറയുന്നത് കൈപ്പത്തികൾക്ക് മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ അപാരമായ കഴിവുണ്ടെന്നാണ്. അതിന് പ്രധാനമായും 3 അവസ്ഥകളുണ്ട്. 1. കൈപ്പത്തി മുകളിലേക്ക്, പാം അപ്പ്. ഇതൊരു യാചകന്റെ അവസ്ഥയാണ്, അല്ലെങ്കിൽ സൗഹൃദപരമായൊരു ക്ഷണം. നിങ്ങൾ ഒരാളോട് ദയവായി ആ ഫയൽ ഒന്ന് തരാമോ എന്ന് ചോദിക്കുമ്പോൾ കൈപ്പത്തി മുകളിലേക്ക് പിടിച്ചു നോക്കൂ. അവർക്ക് നിങ്ങളോട് ദേഷ്യം തോന്നില്ല, അതൊരപേക്ഷയാണ്. അവർ നിങ്ങളെ സഹായിക്കാൻ തയ്യാറാകും. 2. കൈപ്പത്തി താഴേക്ക്, പാം ഡൗൺ. ഇതൊരു അധികാരത്തിന്റെ ചിഹ്നമാണ്. ഹിറ്റ്ലറുടെ സല്യൂട്ട് ഓർമ്മയില്ലേ? കൈപ്പത്തി താഴേക്കാണ്. നിങ്ങളൊരാളോട് ആ ഫയൽ ഇങ്ങോട്ട് താ എന്ന് കൈപ്പത്തി താഴേക്ക് പിടിച്ചു പറഞ്ഞാൽ അതൊരു ആജ്ഞയായി മാറും. കേൾക്കുന്നയാൾക്ക് നിങ്ങളോട് എതിർപ്പ് തോന്നും. ഒരു ബോസ് ജീവനക്കാരോട് സംസാരിക്കുമ്പോൾ പലപ്പോഴും ഈ രീതി അറിയാതെ ഉപയോഗിക്കാറുണ്ട്. 3. വിരൽ ചൂണ്ടൽ, ദ ഫിംഗർ പോയിന്റ്. ഇതാണ് ഏറ്റവും അപകടകാരി. സംസാരിക്കുമ്പോൾ ചൂണ്ടുവിരൽ മാത്രം നീട്ടി സംസാരിക്കുന്നത് ഒരു തോക്ക് ചൂണ്ടുന്നത് പോലെയാണ്. അത് കേൾക്കുന്നയാളെ അപമാനിക്കുന്നതിന് തുല്യമാണ്. പ്രശസ്തരായ പ്രഭാഷകർ ഒരിക്കലും വിരൽ ചൂണ്ടി സംസാരിക്കില്ല. പകരം അവർ വിരലുകൾ ചേർത്ത് പിടിച്ച് സംസാരിക്കും. ഓക്കെ സൈൻ പോലെ സംസാരിക്കും. ഇതൊരു ചെറിയ ഉദാഹരണമാണ്. നാളെ നിങ്ങൾ ഓഫീസിലോ വീട്ടിലോ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ കൈകൾ എവിടെയാണെന്ന് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. തുറന്ന കൈപ്പത്തികൾ സത്യസന്ധതയുടെ അടയാളമാണ്. പോക്കറ്റിൽ കൈയിട്ട് സംസാരിക്കുന്നവരെക്കാൾ കൈപ്പത്തി തുറന്നു പിടിച്ച് സംസാരിക്കുന്നവരെ ആളുകൾ കൂടുതൽ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ബിസിനസ്സിൽ ഒരു ഡീൽ ക്ലോസ് ചെയ്യണോ? ക്ലയന്റിനോട് സംസാരിക്കുമ്പോൾ കൈപ്പത്തികൾ കാണിച്ച് സംസാരിക്കുക.
ഞാൻ ഒന്നും ഒളിച്ചുവെക്കുന്നില്ല എന്ന് അവരുടെ ഉപബോധ മനസ്സിനോട് നിങ്ങൾ പറയാതെ പറയുകയാണ്. ഇതൊക്കെ അലൻ പീസ് പറയുന്ന ചെറിയ ചില കാര്യങ്ങളാണ്. തുടർന്നുള്ള വീഡിയോയിൽ നമ്മൾ മനുഷ്യ ശരീരത്തിന്റെ മറ്റപൂർവ കഴിവുകളെക്കുറിച്ചും രഹസ്യങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യും. ഈ അറിവുകൾ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ പര്യാപ്തമാണ്. ആദ്യം വിശദീകരിച്ച രാഹുലിന്റെ കഥ ഓർക്കുന്നില്ലേ? ഇനി അവൻ നല്ലൊരു ഷർട്ട് ധരിച്ചിട്ടല്ല പോകേണ്ടത്, മറിച്ച് ആത്മവിശ്വാസമുള്ള കൈപ്പത്തികളുമായി ശക്തമായ ശരീരഭാഷയുമായി പോകണം. അപ്പോൾ മാത്രമേ അവന് ബാക്കിയുള്ള 93% ജയിക്കാനാകൂ. കൈപ്പത്തികളുടെ കാര്യം പറഞ്ഞപ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് ഹാൻഡ് ഷേക്കുകൾ. രണ്ട് അപരിചിതർ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ ആദ്യം സംഭവിക്കുന്നത് ഈ സ്പർശനമാണ്. നിങ്ങൾക്കറിയാമോ, ഒരു ഹാൻഡ് ഷേക്കിലൂടെ നിങ്ങൾക്ക് ആളെ അളക്കാൻ പറ്റുമെന്ന്? അലൻ പീസ് രസകരമായ 3 തരം ഹാൻഡ് ഷേക്കുകളെക്കുറിച്ച് പറയുന്നുണ്ട്. ആധിപത്യം സ്ഥാപിക്കുന്ന ഹാൻഡ് ഷേക്ക്, ഡോമിനൻസ്. നിങ്ങൾക്ക് കൈ തരുമ്പോൾ അവരുടെ കൈപ്പത്തി താഴേക്കും നിങ്ങളുടെ കൈപ്പത്തി മുകളിലേക്കും വരുന്ന രീതിയിൽ കൈ തരുന്നവർ. ഇവർ പറയാതെ പറയുന്നത്, ഞാനാണിവിടെ കേമൻ, നീ എന്റെ താഴെയാണ് എന്നാണ്. കീഴടങ്ങുന്ന ഹാൻഡ് ഷേക്ക്, സബ്മിഷൻ. ഇത് നേരെ തിരിച്ചാണ്. അവർ കൈപ്പത്തി മുകളിലേക്ക് പിടിച്ചു തരുന്നു. നിങ്ങളാണ് വലുത്, എന്തു വേണമെങ്കിലും പറഞ്ഞോളൂ എന്ന മനോഭാവം. തുല്യതാ ഹാൻഡ് ഷേക്ക്, ഇക്വാളിറ്റി. ഇതാണ് ഏറ്റവും നല്ലത്. രണ്ടുപേരുടെയും കൈപ്പത്തിലിൽ നേരെ കുത്തനെ പിടിച്ചു നൽകുന്ന ഹസ്തദാനം. ഇവിടെ ആരും വലിയവനല്ല, ആരും ചെറിയവനുമല്ല. നമ്മൾ പരസ്പരം ബഹുമാനിക്കുന്നു. പിന്നെ വേറൊരു കൂട്ടരുണ്ട്, ഡെഡ് ഫിഷ് ഹാൻഡ് ഷേക്ക്. ചത്ത മീനിനെ പിടിക്കുന്ന പോലെ തണുത്തു വിറങ്ങലിച്ചൊരു കൈ. ഇത് നൽകുന്നവർക്കൊട്ടും ആത്മവിശ്വാസമില്ലെന്നോ അവർക്ക് വലിയ താൽപ്പര്യമില്ലെന്നോ ആറർത്ഥം. ഇങ്ങനെയുള്ളവരെ ബിസിനസ്സിൽ വിശ്വസിക്കാൻ പാടാണ്. നിങ്ങൾ ഇനി ആർക്കെങ്കിലും കൈ കൊടുക്കുമ്പോൾ അവരുടെ കണ്ണുകളിലേക്ക് നോക്കി തുല്യമായ ബലത്തിൽ കൈപ്പത്തി നേരെ പിടിച്ച് ഹസ്തദാനം ചെയ്യുക. ആ ആദ്യ നിമിഷത്തിൽ തന്നെ നിങ്ങൾ പകുതി വിജയിച്ചു കഴിഞ്ഞു. നമുക്ക് ചിരിയെക്കുറിച്ച് സംസാരിക്കാം. നമ്മൾ വിചാരിക്കുന്നത് ചിരി സന്തോഷത്തിന്റെ മാത്രം ലക്ഷണമാണെന്നല്ലേ? എന്നാൽ അലൻ പീസ് പറയുന്നത് ശ്രദ്ധിക്കൂ. ചിരി പലപ്പോഴും ഒരു മുഖം മൂടിയാണ്. നിങ്ങളൊരു പാർട്ടിയിലാണെന്ന് സങ്കൽപ്പിക്കുക. നിങ്ങൾക്കൊട്ടും ഇഷ്ടമില്ലാത്ത ഒരാൾ വന്ന് സംസാരിക്കുന്നു. നിങ്ങൾ എന്തു ചെയ്യും? നിങ്ങൾ അയാളെ നോക്കി ഒന്ന് ചിരിക്കും, അല്ലേ? പക്ഷേ ഉള്ളിൽ നിങ്ങൾക്ക് ദേഷ്യമായിരിക്കും. ഇവിടെയാണ് കള്ളച്ചിരിയും യഥാർത്ഥ ചിരിയും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു മനുഷ്യൻ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ആത്മാർത്ഥമായി ചിരിക്കുമ്പോൾ അത് ചുണ്ടുകളിൽ മാത്രമല്ല വിരിയുന്നത്, അതവരുടെ കണ്ണുകളിലും കാണാം. കണ്ണിന്റെ വശങ്ങളിൽ ചെറിയ ചുളിവുകൾ പ്രത്യക്ഷപ്പെടും. ഇതിനെ ശാസ്ത്രീയമായി ഡ്യുഷെയ്ൻ സ്മൈൽ എന്ന് വിളിക്കുന്നു. എന്നാൽ ഒരു കള്ളച്ചിരിയിൽ വായ മാത്രമേ ചിരിക്കൂ, കണ്ണുകൾ നിർജീവമായിരിക്കും. കണ്ണുകൾ ചിരിക്കുന്നില്ലെങ്കിൽ സൂക്ഷിക്കുക. ആ വ്യക്തി നിങ്ങളോട് പൂർണ്ണമായും സത്യസന്ധനല്ലായിരിക്കാം, അല്ലെങ്കിൽ അവരെന്തോ ഒളിക്കുന്നുണ്ട്. അതുകൊണ്ട് അടുത്ത തവണ ഒരാൾ നിങ്ങളെ നോക്കി ചിരിക്കുമ്പോൾ അവരുടെ പല്ലുകളിലേക്കല്ല, മറിച്ച് കണ്ണുകളിലേക്ക് നോക്കുക. കണ്ണുകൾ തിളങ്ങുന്നുണ്ടോ? അവിടെ ചുളിവുകൾ വീഴുന്നുണ്ടോ? എങ്കിൽ മാത്രമേ ആ ചിരി സത്യമുള്ളൂ. ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ശരീരഭാഷയിലേക്ക് വരാം. കൈകൾ പിണച്ചുകെട്ടി നിൽക്കുന്നത്, ക്രോസ്ഡ് ആംസ്. നമ്മൾ പലപ്പോഴും സുഖത്തിനു വേണ്ടി കൈകെട്ടി നിൽക്കാറുണ്ട്. പക്ഷെ നിങ്ങൾ മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ കൈകെട്ടി നിന്നാൽ അത് നൽകുന്ന സന്ദേശം എന്താണെന്നറിയാമോ? എനിക്ക് നിന്നോട് വിയോജിപ്പുണ്ട്, അല്ലെങ്കിൽ എനിക്ക് പേടിയാണ്, ഞാൻ എന്നെ തന്നെ സംരക്ഷിക്കുകയാണ് എന്നാണ്. കുട്ടിക്കാലത്ത് അച്ഛനോ അമ്മയോ വഴക്ക് പറയുമ്പോൾ നമ്മൾ അറിയാതെ കൈകെട്ടി നിൽക്കാറില്ലേ? അതൊരു കവചമാണ്. നമ്മുടെ ഹൃദയത്തെയും ശ്വാസകോശത്തെയും സംരക്ഷിക്കാൻ നമ്മൾ കെട്ടിപ്പൊക്കുന്ന ഒരു മതിൽ. ഒരു ഇന്റർവ്യൂവിലോ മീറ്റിംഗിലോ നിങ്ങൾ കൈകെട്ടിയിരുന്നാൽ നിങ്ങൾ പറയുന്നത് കേൾക്കുന്നവർക്ക് നെഗറ്റീവായ ഒരു ഫീലാണ് കിട്ടുക. ഗവേഷണങ്ങൾ തെളിയിക്കുന്നത് കൈകെട്ടിയിരിക്കുന്നവർ കേൾക്കുന്ന കാര്യങ്ങളിൽ 38% മാത്രമേ ഓർമ്മിച്ചുവെക്കൂ എന്നാണ്. കാരണം അവരുടെ മനസ്സ് അവിടെ അടഞ്ഞുകിടക്കുകയാണ്, ക്ലോസ്ഡ് മൈൻഡ്. ഒരു ടിപ്പ് പറഞ്ഞു തരട്ടെ. നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എതിരുള്ള വ്യക്തി പെട്ടെന്ന് കൈകെട്ടിയിരുന്നാൽ മനസ്സിലാക്കുക, അയാൾക്ക് നിങ്ങൾ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ അയാൾക്ക് ബോറടിച്ചു. ഉടനെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം. അയാളുടെ കൈകളുടെ കെട്ടഴിക്കാൻ എന്തെങ്കിലും കൊടുക്കുക. ഒരു പേനയോ ചായയോ അല്ലെങ്കിൽ ഒരു ബുക്കോ നൽകുക. കൈകൾ തുറക്കുമ്പോൾ അവരുടെ മനസ്സും തുറക്കും. നിങ്ങളോട് യോജിക്കാൻ അവർ തയ്യാറാകും. ശരീരം തുറന്നുവെക്കൂ, വിജയം നിങ്ങളെ തേടിവരും. ഇനിയാണ് ഏറ്റവും രസകരമായ ഭാഗം. നമ്മൾ മുഖം മിനുക്കും, കൈകൾ ശ്രദ്ധിക്കും, പക്ഷെ നമ്മൾ എപ്പോഴും മറന്നുപോകുന്നൊരു ഭാഗമുണ്ട്, നമ്മുടെ കാലുകൾ. അലൻ പീസ് പറയുന്നു, കാലുകൾ ഒരിക്കലും കള്ളം പറയില്ല. നമ്മുടെ തലച്ചോറ് പരിണാമത്തിലൂടെ ഇവല്യൂഷനിലൂടെ ശീലിച്ചൊരു കാര്യമുണ്ട്: അപകടം വരുമ്പോൾ ഓടി രക്ഷപ്പെടുക. അതുകൊണ്ട് നമുക്കിഷ്ടമില്ലാത്തൊരു സ്ഥലത്തോ വ്യക്തിയുടെ അടുത്തോ നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സ് അവിടുന്ന് പോകാനാഗ്രഹിക്കും.
അപ്പോൾ നമ്മുടെ കാലുകൾ അറിയാതെ തന്നെ വാതിലിന്റെ അടുത്തേക്ക് തിരിഞ്ഞിരിക്കും. ഒരാൾ നിങ്ങളോട് ചിരിച്ചു സംസാരിക്കുകയായിരിക്കും, പക്ഷേ അവരുടെ പാദങ്ങൾ നിങ്ങളിലേക്കല്ല, മറിച്ച് വാതിലിന്റെ നേരെയോ അല്ലെങ്കിൽ വേറൊരു ദിശയിലോ ആണെങ്കിൽ അതിന്റെ അർത്ഥം ഇതാണ്: എനിക്കിവിടെ നിന്ന് പോയാൽ കൊള്ളാമുണ്ടെന്ന്. അതുപോലെ രണ്ടുപേർ സംസാരിച്ചു നിൽക്കുമ്പോൾ നിങ്ങൾ അവിടേക്ക് ചെന്നാൽ അവർ അവരുടെ അരയ്ക്ക് മുകളിലോട്ട് മാത്രം തിരിഞ്ഞ് നിങ്ങളെ നോക്കുകയും എന്നാൽ കാലുകൾ പഴയ പോലെ തന്നെ വയ്ക്കുകയും ചെയ്താൽ അതിനർത്ഥം അവർക്ക് നിങ്ങളെ ആ ചർച്ചയിൽ ഉൾപ്പെടുത്താൻ താൽപ്പര്യമില്ല എന്നാണ്. നിങ്ങളൊരു ശല്യമാണെന്ന് അവർ പറയാതെ പറയുന്നു. മറിച്ച് അവർ കാലുകൾ ഉൾപ്പെടെ ശരീരം മുഴുവനായി നിങ്ങൾക്ക് നേരെ തിരിച്ചാൽ സ്വാഗതം, ഞങ്ങളുടെ കൂടെ കൂടിക്കോളൂ എന്നവർ മനസ്സുകൊണ്ട് പറയുന്നു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആളുകളുടെ മുഖത്ത് നോക്കുന്നതിനൊപ്പം വല്ലപ്പോഴും അവരുടെ കാലുകളിലേക്കുമൊന്ന് നോക്കുക. അവിടെയാണ് അവരുടെ മനസ്സ് യഥാർത്ഥത്തിൽ ഇരിക്കുന്നത്. ഇരിക്കുന്ന രീതിയിലും വലിയ കാര്യങ്ങളുണ്ട്. അമേരിക്കൻ സ്റ്റൈലിൽ കാലിന്മേൽ കാല് കയറ്റിവെച്ച് ഇരിക്കുന്നത് ആത്മവിശ്വാസത്തെയും മത്സരബുദ്ധിയെയുമാണ് കാണിക്കുന്നത്. ഞാൻ ആരുമായും വാദിക്കാൻ തയ്യാറാണ് എന്നൊരു മനോഭാവം അവിടെയുണ്ട്. എന്നാൽ കണങ്കാലിതിൽ തമ്മിൽ പിണച്ചുവെച്ചിരിക്കുന്നവരെ കണ്ടിട്ടുണ്ടോ? പ്രത്യേകിച്ചും ഇന്റർവ്യൂകളിൽ. അവർ വലിയ ടെൻഷനിലാണ്. അവർ തങ്ങളുടെ പേടിയെ കടിച്ചുപിടിച്ചിരിക്കുകയാണ്. ദയവായി എന്നോട് കടുപ്പമുള്ള ചോദ്യങ്ങൾ ചോദിക്കല്ലേ എന്നവരുടെ മനസ്സ് പ്രാർത്ഥിക്കുന്നുണ്ടാകും. നിങ്ങളൊരു ഡേറ്റിങ്ങിന് പോകുകയാണെങ്കിലോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായി സംസാരിക്കുകയാണെങ്കിലോ ശ്രദ്ധിക്കുക. സ്ത്രീകൾ അവർക്കിഷ്ടമുള്ളയാളുടെ അടുത്തേക്ക് കാല് കയറ്റിവെച്ചോ അല്ലെങ്കിൽ പാദങ്ങൾ തിരിച്ചോ ഇരിക്കും. പുരുഷന്മാരാണെങ്കിൽ അവർക്ക് താൽപ്പര്യമുള്ളവരുടെ നേരെ ശരീരം മുഴുവൻ തിരിക്കുന്നു. ഇതൊക്കെ ചെറിയ കാര്യങ്ങളല്ലേ എന്ന് തോന്നാം, പക്ഷേ ഈ ചെറിയ സിഗ്നലുകളാണ് ബന്ധങ്ങൾ ഉണ്ടാക്കുന്നതും തകർക്കുന്നതും. നിങ്ങളുടെ പാദങ്ങൾ എങ്ങോട്ടാണ് നോക്കുന്നത്? വിജയത്തിലേക്കോ അതോ പരാജയത്തിലേക്കോ? കണ്ണുകൾ ആത്മാവിന്റെ ജാലകങ്ങളാണെന്ന് പണ്ടുള്ളവർ പറഞ്ഞത് വെറുതെയല്ല. അലൻ പീസ് പറയുന്നത് മനുഷ്യശരീരത്തിൽ ഏറ്റവും സത്യസന്ധമായ അവയവം കണ്ണുകളാണെന്നാണ്. നിങ്ങൾക്കറിയാമോ, നമുക്കിഷ്ടമുള്ളൊരു സാധനത്തെയോ വ്യക്തിയെയോ കാണുമ്പോൾ നമ്മുടെ കണ്ണിന്റെ കൃഷ്ണമണി വികസിക്കും, അത് വലുതാകും. എന്നാൽ നമുക്ക് ഭയമോ ദേഷ്യമോ വരുമ്പോൾ അത് ചുരുങ്ങി ഒരു ചെറിയ ബിന്ദു പോലെയാകും. പാമ്പുകളെ മറ്റും കാണുമ്പോൾ നമ്മുടെ കണ്ണുകൾ ഇങ്ങനെ ചുരുങ്ങാറുണ്ട്. ഇനി ബിസിനസ്സിലും സംഭാഷണങ്ങളിലും കണ്ണുകൾ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. നിങ്ങൾ ഒരാളോട് സംസാരിക്കുമ്പോൾ എവിടെയാണ് നോക്കുന്നത്? സോഷ്യൽ ഗെയ്സ്. നമ്മൾ സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോൾ അവരുടെ രണ്ട് കണ്ണുകൾക്കും വായ്ക്കുമിടയിലുള്ള ത്രികോണഭാഗത്താണ് നോക്കുന്നത്. ഇത് സൗഹൃദത്തെ സൂചിപ്പിക്കുന്നു. പവർ ഗെയ്സ്. ഇതാണ് ബിസിനസ്സിലെ രഹസ്യം. നിങ്ങളൊരു മീറ്റിംഗിലാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൗരവമായി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവരുടെ വായിലേക്ക് നോക്കരുത്. പകരം അവരുടെ നെറ്റിയുടെ മധ്യഭാഗത്തേക്ക് നോക്കുക. അലൻ പീസ് പറയുന്നു, ഇങ്ങനെ നോക്കുമ്പോൾ എതിരെയുള്ള വ്യക്തിക്ക് നിങ്ങൾ പറയുന്നത് ഗൗരവമായി എടുക്കാൻ തോന്നും. നിങ്ങളെ ഒരു ലീഡറായി അവർ കാണും. പക്ഷേ സൂക്ഷിക്കുക, ഒരാളെ തുടർച്ചയായി ഉറ്റുനോക്കുന്നത് ഭീഷണിയാണ്. അപരിചിതരായ ആളുകളെ 3 സെക്കൻഡിൽ കൂടുതൽ ഉറ്റുനോക്കിയാൽ അതൊരു വെല്ലുവിളിയായി മാറും. നമുക്കൊരു ലിഫ്റ്റിലെ കാര്യം ആലോചിക്കാം. ലിഫ്റ്റിൽ തിരക്കുണ്ടാകുമ്പോൾ നമ്മൾ എന്തു ചെയ്യും? നമ്മൾ ആരുമായും സംസാരിക്കില്ല, മുഖത്തോട് മുഖം നോക്കില്ല. പകരം നമ്മൾ ലിഫ്റ്റിലെ നമ്പറുകളിലേക്ക് നോക്കി നിൽക്കും. എപ്പോഴാണ് ഈ വാതിലൊന്ന് തുറക്കുക എന്ന് ചിന്തിക്കും. എന്തുകൊണ്ടാണിങ്ങനെ? കാരണം ഓരോ മനുഷ്യനും ചുറ്റും ഒരു അദൃശ്യമായ വായുക്കുമിളയുണ്ട്, ഇൻവിസിബിൾ ബബിൾ. ഇതിനെയാണ് പേഴ്സണൽ സ്പേസ് എന്ന് പറയുന്നത്. അപരിചിതനായ ഒരാൾ ഈ വൃത്തത്തിനുള്ളിലേക്ക് കടന്നാൽ നമ്മുടെ ഉള്ളിൽ അപായമണി മുഴങ്ങും, നമ്മുടെ ഹൃദയമിടിപ്പ് കൂടും. ആലൻ പീസ് ഈ സ്ഥലത്തെ 4 തിരിക്കുന്നു. ഇന്റിമേറ്റ് സോൺ 15-45 സെന്റിമീറ്റർ. ഇത് നമ്മുടെ സ്വന്തം ആളുകൾക്ക് മാത്രമുള്ളതാണ്. അമ്മ, അച്ഛൻ, ജീവിത പങ്കാളി, മക്കൾ. മറ്റാരെങ്കിലും ഇവിടേക്ക് അതിക്രമിച്ച് കയറിയാൽ നമുക്ക് ദേഷ്യം വരും. പേഴ്സണൽ സോൺ 46 സെന്റിമീറ്റർ മുതൽ 1.2 മീറ്റർ വരെ. സുഹൃത്തുക്കൾക്കും പാർട്ടികൾക്കുമുള്ള സ്ഥലം, കൈ നീട്ടിയാൽ തൊടാവുന്ന ദൂരം. സോഷ്യൽ സോൺ 1.2 മീറ്റർ മുതൽ 3.6 മീറ്റർ വരെ. അപരിചിതർ, കടക്കാരൻ, പുതിയ ജോലിക്കാരൻ എന്നിവരോട് സംസാരിക്കേണ്ട ദൂരം. പബ്ലിക് സോൺ 3.6 മീറ്റർ മുതൽ മുകളിലേക്ക്. ഒരു പ്രസംഗം നടത്തുമ്പോൾ പാലിക്കേണ്ട ദൂരം. ഇത് മനസ്സിലാക്കാത്തതാണ് പലരുടെയും പരാജയം. നിങ്ങൾ ആദ്യമായി കാണുന്ന ഒരു ക്ലയന്റിന്റെ തൊട്ടടുത്ത് ചെന്ന് നിന്ന് സംസാരിച്ചു നോക്കൂ. അവർ അറിയാതെ പിന്നോട്ട് മാറും. കാരണം നിങ്ങൾ അവരുടെ ബബിൾ പൊട്ടിച്ചു. വിജയിക്കുന്ന മനുഷ്യർ എപ്പോഴും മറ്റുള്ളവരുടെ സ്പേസിനെ ബഹുമാനിക്കുന്നു. അകലം പാലിച്ചാൽ അടുപ്പം കൂടും എന്നോർക്കുക. ഇന്നത്തെ ബാച്ചിലെ ഏറ്റവും വലിയ രഹസ്യം ഇതാണ്: മിററിംഗ്, പ്രതിഫലനം.
നിങ്ങൾ എപ്പോഴെങ്കിലും പാർക്കിലോ കഫേയിലോ ഇരിക്കുന്ന കമിതക്കളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരൊരേപോലെ ഇരിക്കുകയായിരിക്കും. ഒരാൾ ചായ കുടിച്ചാൽ മറ്റേയാളും ചായ കുടിക്കും. ഒരാൾ തലചരിച്ചാൽ മറ്റേയാളും തലചരിക്കും. ഇതിനർത്ഥം അവരുടെ മനസ്സുകൾ തമ്മിൽ ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഞാൻ നിന്നെപ്പോലെയാണ് എന്ന് ശരീരം പറയുകയാണ്. ഇത് നമുക്കെങ്ങനെ ബോധപൂർവം ഉപയോഗിക്കാം? നിങ്ങൾക്കൊരാളുമായി പെട്ടെന്ന് സൗഹൃദത്തിലാകണോ? അല്ലെങ്കിൽ നിങ്ങളുടെ ബോസിന് നിങ്ങളെ ഇഷ്ടപ്പെടണോ? എങ്കിൽ സൂക്ഷ്മമായി അവരെ മിറർ ചെയ്യുക. അവർ കസേരയിൽ ചാരിയിരിക്കുകയാണെങ്കിൽ നിങ്ങളും പതിയെ ചാരിയിരിക്കുക. അവർ പതുക്കെയാണ് സംസാരിക്കുന്നതെങ്കിൽ നിങ്ങളും പതുക്കെ സംസാരിക്കുക. അവർ കൈകൾ മേശപ്പുറത്തു വെച്ചാൽ നിങ്ങളും അങ്ങനെ ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ ഉപബോധ മനസ്സ് നിങ്ങളോട് പറയും, ഇവൻ എന്റെ ആളാണ്, ഇവന് വിശ്വസിക്കാം. പക്ഷെ ശ്രദ്ധിക്കുക, ഇതൊരു കോമാളിയെപ്പോലെ അനുകരിക്കലാവരുത്. മിമിക്രി. വളരെ സ്വാഭാവികമായി കുറച്ചു നിമിഷങ്ങൾ വൈകി വേണം ചെയ്യാൻ. ഇത് ശരിയായി ചെയ്താൽ ഏത് കടുപ്പക്കാരൻ്റെയും മനസ്സ് മാറ്റാൻ നിങ്ങൾക്ക് കഴിയും. ഒരാൾ നിങ്ങളോട് കള്ളം പറയുകയാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ കുട്ടികളായിരുന്നപ്പോൾ കള്ളം പറയുമ്പോൾ വായ് പൊത്തിപ്പിടിക്കുമായിരുന്നു. മുതിർന്നപ്പോൾ നമ്മൾ ആ ശീലം മാറ്റി, പക്ഷെ പൂർണ്ണമായും മാറ്റിയിട്ടില്ല. ആലൻ പീസ് പറയുന്ന ചില കള്ളലക്ഷണങ്ങൾ ഇവയാണ്. വായ് പൊത്തുക, ദ മൗത്ത് ഗാർഡ്. സംസാരിക്കുമ്പോൾ കൈകൊണ്ട് വായ് ഭാഗികമായി മറയ്ക്കുന്നത്. തലച്ചോറ് ആ കള്ളവാക്കുകളെ തടയാൻ ശ്രമിക്കുന്നതാണ്. മൂക്കിൽ തൊടുക, ദ നോസ് ടച്ച്. പിനോക്കിയോയുടെ കഥ ഓർമ്മയില്ലേ? കള്ളം പറയുമ്പോൾ മൂക്ക് നീളുമെന്ന്. ശാസ്ത്രീയമായി പറഞ്ഞാൽ കള്ളം പറയുമ്പോൾ രക്തസമ്മർദ്ദം കൂടുകയും മൂക്കിലെ കോശങ്ങളിൽ ചൊറിച്ചിൽ അനുഭവപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് അവർ പെട്ടെന്ന് മൂക്കിൽ തൊടും. കഴുത്തിൽ ചൊറിയുക, ദ നെക്ക് ക്രാച്ച്. എനിക്കിതിൽ യോജിപ്പില്ല, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കള്ളമാണ് എന്ന് തോന്നുമ്പോൾ പലരും ചൂണ്ടുവിരൽ കൊണ്ട് ചെവിയുടെ താഴെ കഴുത്തിൽ ചൊറിയാറുണ്ട്. കണ്ണു തിരുമുക, ഐ റബ്. എനിക്ക് നിങ്ങളെ കാണാൻ വയ്യ എന്നതിന്റെ സൂചനയാണിത്. സത്യം കാണാതിരിക്കാൻ തലച്ചോറ് ശ്രമിക്കുന്നു. അടുത്ത തവണ നിങ്ങളുടെ സുഹൃത്തോ പങ്കാളിയോ സംസാരിക്കുമ്പോൾ ഈ ലക്ഷണങ്ങൾ കാണുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അവർ കള്ളം പറയുകയാണെന്ന് ഉറപ്പിക്കാനാവില്ല, പക്ഷേ എന്തോ ഒന്ന് പന്തികേടുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, സ്ത്രീകൾക്കൊരു പ്രത്യേക കഴിവുണ്ട്, അവർക്ക് കാര്യങ്ങൾ മുൻകൂട്ടി അറിയാൻ പറ്റുമെന്ന്. ഇതിനെ നമ്മൾ വിമൻസ് ഇൻറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നു. ഇതൊരു തമാശയാണോ? അല്ല. ആലൻ പീസ് ശാസ്ത്രീയമായി ഇത് തെളിയിക്കുന്നുണ്ട്. ഗവേഷണങ്ങൾ പറയുന്നത് പുരുഷന്മാരെക്കാൾ സ്ത്രീകളുടെ തലച്ചോറ് മുഖഭാവങ്ങളും ശരീരഭാഷയും വായിക്കാൻ കൂടുതൽ കഴിവുള്ളതാണ് എന്നാണ്. 14 മുതൽ 16 വരെ ബോഡി ലാംഗ്വേജ് സിഗ്നലുകൾ ഒരേ സമയം ശ്രദ്ധിക്കാൻ സ്ത്രീകൾക്ക് കഴിയും. അതുകൊണ്ടാണ് ഭർത്താക്കന്മാർക്ക് കള്ളം പറയാൻ ബുദ്ധിമുട്ട്. ഭർത്താവ് ഓഫീസിൽ നിന്ന് വന്ന് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നത് തന്നെ ഭാര്യയ്ക്ക് മനസ്സിലാകും എന്തോ പന്തികേടുണ്ടെന്ന്. കാരണം പുരുഷന്റെ വാക്കുകളിലല്ല, മറിച്ച് അവന്റെ മുഖത്തെ ചെറിയ മാറ്റങ്ങളിലും ശബ്ദത്തിലെ ഇടർച്ചയിലും അവർ സത്യം കണ്ടെത്തും. അമ്മമാരുടെ കാര്യമെടുക്കൂ. കുഞ്ഞ് കരയുന്നതിന് മുൻപേ അമ്മയ്ക്ക് മനസ്സിലാവും. ഇത് പരിണാമത്തിന്റെ ഭാഗമാണ്. മക്കളെ സംരക്ഷിക്കാൻ പ്രകൃതി സ്ത്രീകൾക്ക് നൽകിയ വരദാനമാണ് അന്യരുടെ മനസ്സ് വായിക്കാനുള്ള കഴിവ്. അതുകൊണ്ട് പുരുഷന്മാരോട് ഒരു ഉപദേശം: സ്ത്രീകളോട് കള്ളം പറയാൻ നിൽക്കരുത്. നിങ്ങളുടെ ശരീരം നിങ്ങളെ ഒറ്റിക്കൊടുക്കും. ഇനി നമുക്ക് കുറച്ച് റൊമാൻറ്റിക്കായ കാര്യങ്ങളിലേക്ക് കടക്കാം. ഒരാൾക്ക് നിങ്ങളോട് ഇഷ്ടം തോന്നിയാൽ അവരുടെ ശരീരം എങ്ങനെ പ്രതികരിക്കും? നമ്മുടെ ശരീരം പ്രണയത്തിനു വേണ്ടി പ്രോഗ്രാം ചെയ്യപ്പെട്ടതാണ്. അലൻ പീസ് പറയുന്നത്, നമ്മൾ ആകർഷിക്കപ്പെടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ചില മാറ്റങ്ങൾ സംഭവിക്കും എന്നാണ്. വയറുള്ളിലേക്ക് വലിക്കും, നെഞ്ചു വിരിക്കും, പേശികൾ മുറുക്കും. നമ്മൾ അറിയാതെ തന്നെ ചെറുപ്പമായി തോന്നിക്കാൻ ശ്രമിക്കും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില സിഗ്നലുകളിതാ. പുരുഷന്മാർക്കൊരു സ്ത്രീയെ ഇഷ്ടപ്പെട്ടാൽ അവർ അറിയാതെ ചെയ്യുന്ന ഒരു കാര്യമാണ് പ്രീനിങ്. ടൈ നേരെയാക്കുക, കോളർ ശരിയാക്കുക, മുടിയിൽ കൈയോടിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ടത് കൗബോയ് പോസാണ്, അതായത് പെരുവിരലുകൾ ബെൽറ്റിൽ തിരികെ നിൽക്കുന്നത്. ഇതവരുടെ പൗരുഷത്തെ എടുത്തു കാണിക്കാനുള്ളൊരു ശ്രമമാണ്. ഞാനൊരാൺകുട്ടിയാണ് എന്നവൻ പറയാതെ പറയുകയാണ്. സ്ത്രീകൾക്കിഷ്ടം തോന്നിയാൽ അവർ ചെയ്യുന്ന പ്രധാന കാര്യം മുടി കുടയുക എന്നതാണ്. തലയൊന്ന് വെട്ടിച്ച് മുടി പിന്നിലേക്കിടുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതൊരു ഗ്രീൻ സിഗ്നലാണ്. അതുപോലെ സംസാരിക്കുമ്പോൾ അവർ കൈത്തണ്ട കാണിച്ചു തരുന്നുണ്ടെങ്കിൽ അത് ഞാൻ നിനക്ക് കീഴടങ്ങാൻ തയ്യാറാണ് എന്നതിന്റെ ലക്ഷണമാണ്. കൈത്തണ്ട വളരെ മൃദുലമായ ഭാഗമാണ്. അത് കാണിക്കുന്നത് വിശ്വാസത്തെ സൂചിപ്പിക്കുന്നു. നിങ്ങളൊരു ഡേറ്റിലാണെങ്കിൽ ഈ ലക്ഷണങ്ങൾ ശ്രദ്ധിക്കൂ. വാക്കുകളേക്കാൾ സത്യം അവിടെയുണ്ട്. നമുക്ക് ഓഫീസിലേക്ക് മടങ്ങാം. ചില ആളുകളെ കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും, ഇയാൾ വലിയ സംഭവമാണ് എന്ന്. എങ്ങനെയാണ് അവർ ആ അധികാരം കാണിക്കുന്നത്? അലൻ പീസ് പരിചയപ്പെടുത്തുന്ന ഒരു പ്രശസ്തമായ പോസുണ്ട്, ദ കാറ്റപ്പൾട്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചില മാനേജർമാർ അല്ലെങ്കിൽ ബോസുമാർ
കസേരയിൽ ചാരിയിരുന്ന് 2 കൈകളും തലയ്ക്കു പിന്നിൽ കെട്ടിവെച്ച് ഹാൻഡ്സ് ബിഹൈൻഡ് ഹെഡ്, കാലുകൾ ചിലപ്പോൾ മേശപ്പുറത്ത് കയറ്റിവെക്കും. ഈ ഇരിപ്പിന്റെ അർത്ഥമെന്താണെന്നോ? എനിക്കെല്ലാം അറിയാം, ഞാനാണ് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നാണ്. ഇതൊരാധിപത്യത്തിന്റെ ചിഹ്നമാണ്. നിങ്ങളുടെ മുന്നിൽ ഒരാൾ ഇങ്ങനെ ഇരുന്നാൽ അയാൾക്ക് നിങ്ങളെ പേടിയില്ലെന്നും അയാൾ വളരെ റിലാക്സ്ഡ് ആണെന്നും മനസ്സിലാക്കാം. ഇതിനെ എങ്ങനെ നേരിടാം? ഒരാൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് അയാളെക്കൊണ്ട് ഒരു തീരുമാനമെടുപ്പിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അയാളുടെ ആത്മവിശ്വാസം കുറയ്ക്കാനൊരു വഴിയുണ്ട്. നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുക, എന്നിട്ട് അയാളുടെ കസേരയുടെ പിന്നിലേക്ക് നടക്കുകയോ അല്ലെങ്കിൽ ഒരു പേപ്പർ എടുത്ത് ഇതൊന്ന് നോക്കൂ എന്ന് പറഞ്ഞ് അല്പം അകലെ വയ്ക്കുകയോ ചെയ്യുക. അയാൾക്ക് ആ പോസ് മാറ്റേണ്ടി വരും. കൈകൾ താഴെ വയ്ക്കുന്ന നിമിഷം അയാളുടെ അഹന്തയും കുറയും. അപ്പോൾ നിങ്ങൾക്ക് സംസാരിച്ചു തുടങ്ങാം. ശരീരഭാഷ എന്നത് വെറുമൊരറിവല്ല, അതൊരു ചതുരംഗ കളിയാണ്. എപ്പോൾ ഏത് കരു നീക്കണമെന്നറിഞ്ഞാൽ വിജയം സുനിശ്ചിതമാണ്. നമ്മൾ നേരത്തെ കൈകെട്ടി നിൽക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ വസ്തുക്കൾ കൊണ്ടും മതിലുകൾ പണിയാറുണ്ട്. നിങ്ങളൊരു കഫേയിലിരുന്ന് സംസാരിക്കുകയാണെന്ന് കരുതുക. പെട്ടെന്ന് നിങ്ങളുടെ സുഹൃത്ത് അവരുടെ കോഫി കപ്പ് എടുത്ത് അവരുടെ നെഞ്ചിന് നേരെ പിടിക്കുന്നു, ഹോൾഡിംഗ് കപ്പ് അക്രോസ് ദ ബോഡി. അല്ലെങ്കിൽ ഒരു ബാഗ് എടുത്ത് മടിയിൽ വയ്ക്കുന്നു. ഇതൊരു തടസ്സമാണ്. അവർക്കെന്തോ അസ്വസ്ഥതയുണ്ട്. ആ സംസാരം അവർക്കിഷ്ടപ്പെടുന്നില്ല. ഈ തടസ്സങ്ങൾ മാറ്റാതെ നിങ്ങൾക്ക് അവരുടെ മനസ്സിലേക്ക് കയറാൻ കഴിയില്ല. അലൻ പീസ് പറയുന്ന ഒരു ട്രിക്കുണ്ട്. അവർക്ക് കൈകൊണ്ട് ചെയ്യാൻ എന്തെങ്കിലും കൊടുക്കുക. ഈ ഫോട്ടോ ഒന്ന് നോക്കാമോ എന്ന് ചോദിച്ച് ഫോൺ നീട്ടുക. അത് വാങ്ങാനായി അവർക്ക് കോഫി കപ്പ് താഴെ വയ്ക്കേണ്ടി വരും. ആ തടസ്സം മാറുമ്പോൾ അവരുടെ മനസ്സുമയയും. മറ്റുള്ളവരുടെ കൈകളിൽ എന്തുണ്ട് എന്ന് നോക്കുക. അത് വെറുമൊരു ഗ്ലാസ് വെള്ളമായിരിക്കാം, പക്ഷേ അത് അവരുടെ മനസ്സിന്റെ പ്രതിരോധമായിരിക്കാം. ഇതുവരെ നമ്മൾ കുറേയേറെ സൂത്രപ്പണികൾ പഠിച്ചു. പക്ഷേ അലൻ പീസ് നമുക്കൊരു മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. ഒരു ബോഡി ലാംഗ്വേജ് വിദഗ്ധനാകാൻ 3 നിയമങ്ങൾ പാലിക്കണം. നിയമം 1: കൂട്ടമായി വായിക്കുക. ഏറ്റവും വലിയ അബദ്ധമെന്താണെന്നറിയാമോ? ഒരൊറ്റ ആംഗ്യം കണ്ട് വിധി എഴുതുന്നതാണ്. ഉദാഹരണത്തിന്, ഒരാൾ തലയിൽ ചൊറിയുന്നത് കണ്ടാൽ അയാൾ കള്ളം പറയുകയാണ് എന്ന് മാത്രം ചിന്തിക്കരുത്. ഒരുപക്ഷേ അയാൾക്ക് പെയിൻ ശല്യമുള്ളതുകൊണ്ടായിരിക്കാം. അലൻ പീസ് പറയുന്നത് ഒരു വാചകം പോലെ വേണം ശരീരം വായിക്കാനെന്നാണ്. ഒരാൾ തലയിൽ ചൊറിയുന്നു, ഒപ്പം താഴേക്ക് നോക്കുന്നു, ഒപ്പം കൈകൾ പിണച്ചുകെട്ടുന്നു. ഈ 3 കാര്യങ്ങളും ക്ലസ്റ്റർ ഒന്നിച്ചു വന്നാൽ ഉറപ്പിക്കാം, അയാൾക്ക് എന്തോ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ അയാൾ കള്ളം പറയുന്നു. ഒറ്റയ്ക്കൊറ്റയ്ക്ക് കണ്ടാൽ അത് വിശ്വസിക്കരുത്. നിയമം 2: സാഹചര്യം നോക്കുക. ഒരാൾ ബസ് സ്റ്റോപ്പിൽ കൈയും കാലും പിണച്ചുകെട്ടി തല കുനിച്ചിരിക്കുന്നത് കണ്ടാൽ അയാൾക്കാരോടും മിണ്ടാൻ താൽപ്പര്യമില്ല എന്ന് കരുതരുത്. ചിലപ്പോൾ പുറത്തു നല്ല തണുപ്പുള്ളതുകൊണ്ടാകാം അയാൾ അങ്ങനെയിരിക്കുന്നത്. നമ്മൾ ആരെ വായിക്കുമ്പോഴും അവിടുത്തെ കാലാവസ്ഥയും സാഹചര്യവും കൂടി കണക്കിലെടുക്കണം. നിയമം 3: മാറ്റങ്ങൾ ശ്രദ്ധിക്കുക. ഒരാൾ സാധാരണയായി എപ്പോഴും ചിരിച്ചുകളിച്ചു നടക്കുന്ന ആളാണെങ്കിൽ പെട്ടെന്നൊരു ദിവസം അദ്ദേഹം മിണ്ടാതിരിക്കുന്നത് കണ്ടാലാണ് ശ്രദ്ധിക്കേണ്ടത്. സ്ഥിരമായുള്ള പെരുമാറ്റത്തിൽ നിന്ന് എപ്പോൾ മാറ്റം വരുന്നുവോ അപ്പോഴാണ് അവരുടെ മനസ്സിൽ എന്തോ നടക്കുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി എന്റെ പ്രിയപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. നമ്മുടെ മനസ്സ് ശരീരത്തെ നിയന്ത്രിക്കുന്നു എന്ന് നമുക്കറിയാം. എന്നാൽ നമ്മുടെ ശരീരം മനസ്സിനെയും നിയന്ത്രിക്കുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്ക് ആത്മവിശ്വാസം ഒട്ടുമില്ല എന്ന് കരുതുക. നിങ്ങളൊരു വലിയ ഇന്റർവ്യൂവിന് പോകുകയാണ്. അലൻ പീസും മറ്റു മനഃശാസ്ത്രജ്ഞരും പറയുന്നത് ഇതാണ്: നിങ്ങൾക്ക് ആത്മവിശ്വാസമുള്ളതുപോലെ അഭിനയിക്കുക. ബാത്റൂമിൽ പോയി 2 മിനിറ്റ് നേരം അരയിൽ കൈകുത്തി തല ഉയർത്തി സൂപ്പർമാനെ പോലെ നിൽക്കുക. കൈകൾ വിരിച്ചു പിടിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ തലച്ചോറിൽ ടെസ്റ്റോസ്റ്റിറോൺ എന്ന ഹോർമോൺ കൂടുകയും പേടിയുടെ ഹോർമോണായ കോർട്ടിസോൾ കുറയുകയും ചെയ്യും. നിങ്ങൾ അഭിനയിക്കുകയായിരുന്നു, പക്ഷെ നിങ്ങളുടെ തലച്ചോറ് അത് സത്യമാണെന്ന് വിശ്വസിച്ചു. അതുകൊണ്ട് വിഷമം വരുമ്പോൾ ചുമ്മാ ഒന്ന് ചിരിച്ചു നോക്കൂ. തളർച്ച തോന്നുമ്പോൾ നടുനിവർത്തിയൊന്ന് നടന്നു നോക്കൂ. ശരീരം മാറിയാൽ മനസ്സും മാറും. വിജയികളെപ്പോലെ നടന്നാൽ നിങ്ങളും വിജയിക്കും. സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് നടന്നു കയറിയത് അലൻ പീസ് എന്ന മാന്ത്രികന്റെ പുസ്തകത്താളുകളിലൂടെയാണ്. ഇത് വെറുമൊരറിവല്ല, ഇതൊരായുധമാണ്. നമ്മൾ ജീവിക്കുന്നത് മനുഷ്യർക്കിടയിലാണ്. ബിസിനസ്സായാലും ജോലിയായാലും കുടുംബജീവിതമായാലും വിജയിക്കണമെങ്കിൽ മനുഷ്യരെ മനസ്സിലാക്കണം. വാക്കുകൾ കൊണ്ട് ആർക്കും ആരെയും പറ്റിക്കാം, പക്ഷേ ശരീരം ഒരിക്കലും കള്ളം പറയില്ല. ഇന്നുമുതൽ നിങ്ങളൊരു നിരീക്ഷകനാവുക. ടിവിയിൽ വാർത്ത കാണുമ്പോൾ ശബ്ദം മ്യൂട്ട് ചെയ്തു വെച്ചു നോക്കുക. അവരുടെ മുഖഭാവങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. അവർ പറയുന്നത് സത്യമാണോ കള്ളമാണോ എന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കുക.
ഓഫീസിലും ബസ്സിലും ചുറ്റുമുള്ളവരെ ശ്രദ്ധിക്കുക. ഈ അറിവ് മറ്റുള്ളവരെ തോൽപ്പിക്കാനോ അവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാനോ ഉപയോഗിക്കരുത്. മറിച്ച് മറ്റുള്ളവരെ കൂടുതൽ മനസ്സിലാക്കാനും അവരുമായി നല്ല ബന്ധമുണ്ടാക്കാനും ഉപയോഗിക്കുക. മറ്റുള്ളവർ കേൾക്കാത്തത് കേൾക്കാനും കാണാത്തത് കാണാനും കഴിയുന്നവനാണ് യഥാർത്ഥ ലീഡർ. നിങ്ങളുടെ കൈപ്പത്തികൾ തുറന്നുപിടിക്കൂ, പുഞ്ചിരി കണ്ണുകളിലേക്ക് പടർത്തൂ, ആത്മവിശ്വാസത്തോടെ നടക്കൂ. ലോകം നിങ്ങളുടെ കാൽ കീഴിൽ വരും. ഈ വീഡിയോ നിങ്ങൾക്കൊരു പുതിയൊരു വെളിച്ചം നൽകിയെന്ന് വിശ്വസിക്കുന്നു. ജീവിതത്തിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക. കാരണം അറിവ് പങ്കുവയ്ക്കുമ്പോഴാണ് വർദ്ധിക്കുന്നത്. ഇതുപോലെയുള്ള മോട്ടിവേഷണൽ വീഡിയോകൾക്കും ജീവിതഗന്ധിയായ അറിവുകൾക്കും വേണ്ടി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ബോഡി ലാംഗ്വേജിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടിപ്പ് ഏതാണ്? നന്ദി, നമസ്കാരം.